തിരമാലകൾ ഒഴിഞ്ഞ ഒരു സമയം ഉണ്ടായിരിക്കുകയില്ല. തിരമാലകൾ ഒഴിഞ്ഞിട്ട് നമുക്കതിൽ ഇറങ്ങാമെന്നും വെള്ളമറക്കാമെന്നും വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് സാധ്യമല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അതുപോലെ തന്നെ ഒരു തീ കത്തിക്കഴിഞ്ഞാൽ അത് പടരുക എന്നുള്ളത് അതിൻ്റെ ഒരു പ്രതിഭാസമാണ്. അതിൻ്റെ ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു അവസ്ഥയാണത്. അതുപോലെ ഭൂമി ഉള്ളിടത്തോളം കാലം ഭൂമി ചലിക്കുക, ഭൂമി കുലുങ്ങുക, അതുപോലെ കുന്നുകൾ മലകൾ ഇടിഞ്ഞു വീഴുക, പൊട്ടിച്ചിതറുക എല്ലാം നിരന്തരമായി നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതുപോലെ കാറ്റ് വീശുക, അതുപോലെ ആകാശത്ത് നിന്ന് ഇടിമിന്നലുകൾ ഉണ്ടാവുക. അപ്പോൾ ഇത്തരത്തിൽ പ്രപഞ്ചമുള്ളിടത്തോളം കാലം, ഭൂമിയുള്ളിടത്തോളം കാലം ഇത്തരം പ്രതിഭാസങ്ങൾ നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇന്നും ഉണ്ടായിരിക്കുന്നു, ഇനിയും ഉണ്ടാകും. പക്ഷെ നമുക്ക് ശുഭപ്രതീക്ഷയാണ് ഉണ്ടാവാതെ ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ള നമ്മുടെ ഒരു ശുഭപ്രതീക്ഷയാണ്. അപ്പം ഇതുപോലെ തന്നെ നാം ആലോചിച്ചു, നമുക്ക് മനുഷ്യരായിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ പലതരം പ്രശ്നങ്ങളും പ്രതിഭാസങ്ങളും നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയിലും അതിൻ്റേതായിട്ടുള്ള പ്രതിഭാസങ്ങളും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എപ്പോഴാണ് അതൊരു ദുരന്തമായിട്ട് മാറുന്നത്? അതിൽ അനേകം ആളുകളും അതുപോലെ അനേകം ജീവികളും അതിൽ ജീവൻ നഷ്ടപ്പെടുമ്പോഴും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴുമാണ് നാം അതിനെ പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത്. അല്ലെങ്കിലും മുമ്പ് കാലത്തും ഈ പ്രകൃതി ഇതുപോലെ തന്നെയാണ്. ഉരുൾപൊട്ടലുകൾ, മലയിടിയൽ, അതുപോലെ ഇടിമിന്നൽ, അതുപോലെ ഇതുപോലെയുള്ള കടൽക്ഷോഭം, ഇതൊക്കെ നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയും അതുണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. നമുക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പ്രകൃതിയുടെ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആണ്, അത് നടന്നുകൊണ്ടിരിക്കും. ഇവിടെ നാം ജാഗ്രതയോടുകൂടി ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കതിൽ ചെയ്യാനുള്ളത്. നമുക്ക് പ്രാർത്ഥനകളും ജാഗ്രതയോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ഉത്തരവാദിത്വം. നമുക്കൊരു മനുഷ്യന് കോമൺ സെൻസ് എന്നുള്ളൊരു വലിയ ഒരു ചിന്താശേഷി ഉള്ളത് കൊണ്ട്, ഏറ്റവും കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ മിനിമം ബുദ്ധി, മിനിമം അറിവ് എന്നുള്ളതാണ്. ആ മിനിമം അറിവുള്ള ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ടതല്ലേ ഈ ഒരു കടലിൻ്റെ അടുത്ത് പോകുമ്പോൾ ആ കടൽ തിരമാല നമ്മുടെ അടുത്തേക്ക് വരുമെന്നും നാം ഒരു ഇടി വെട്ടുന്ന സമയത്ത് നാം അവിടെ പുറത്തിറങ്ങി നിന്നാൽ നമുക്ക് ഇടിയേൽക്കുമെന്നും, അതുപോലെ തന്നെ നാം അഗ്നി പടരുന്ന സമയത്ത് ആ അഗ്നി നമ്മളിൽ ഏൽക്കുമെന്നും, അതുപോലെ തന്നെ നാം ഒരു കാറ്റ് വീശുമ്പോൾ ആ കാറ്റ് നമ്മളെ ശരീരത്തിലൂടെ കടന്നു പോകുമെന്നും നമ്മളിൽ താളം തെറ്റിക്കുമെന്നും നാം മിനിമം മനസ്സിലാക്കുന്നത് പോലെ തന്നെ നമ്മളൊരു കുന്നിൻ ചെരുവിലും ഒരു മലയുടെ കീഴിലുമൊക്കെ നാം ജീവിക്കുമ്പോൾ നാം മിനിമം മനസ്സിലാക്കണം, ഇത് ഒരു അപകട മേഖലയാണെന്നും ഈ അപകടം തീർച്ചയായിട്ടും നമ്മൾ ഉണ്ടാകും എന്നുള്ളതും മിനിമം കോമൺ സെൻസ്, മിനിമം അറിവ് എങ്കിലും മനുഷ്യർക്ക് ഉണ്ട് താനും. ഇത് മിനിമം നമ്മുടെ പ്രകൃതിയിലുള്ള ചെറുജീവികൾക്ക് പോലും ഈ ഒരു അറിവ് അവർക്കുണ്ട്. ഈ ഒരു സമയം കടന്നു പോകുമെന്നും, അതുപോലെ ഇത്തരം ചില അപകടങ്ങളും സാധ്യതകളൊക്കെ വരുമെന്നും അവർക്ക് പോലും തിരിച്ചറിയാനുള്ള അറിവ് അവർക്കുണ്ടെങ്കിൽ മനുഷ്യന് എത്രത്തോളം അറിവുണ്ടായിരിക്കും. മനുഷ്യന് ഉപകരണങ്ങളും അതുപോലെ മനുഷ്യൻ്റെ ചിന്താശേഷിയും ഒക്കെ നോക്കുകയാണെങ്കിൽ മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാൻ മുൻകൂട്ടി അറിവ് ഉണ്ടാവേണ്ടത് എന്നുള്ളതല്ലേ ശരി. പക്ഷേ നമ്മൾ കണ്ണും മൂടി കെട്ടിയിരിക്കുകയാണ്. എന്നിട്ട് ഒരുപാട് ആളുകൾ, ഒരുപാട് കുട്ടികളും ഒരുപാട് ആളുകളും ഇതിലൂടെ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നാം ഇരുന്ന് വേവലാതിപ്പെടുമ്പോൾ നാം ഇനിയെങ്കിലും നമ്മൾ ജാഗരൂകരായിരിക്കേണ്ടേ. ഇത്തരം സാഹചര്യങ്ങളുള്ള പ്രദേശങ്ങളിൽ പോയി കുടിയേറി പാർക്കാതെ ജീവിക്കാതെ ഇനി അവിടെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് മാറുക എന്നുള്ളൊരു കാര്യമെങ്കിലും നമ്മളെല്ലാവരും ഇനിയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ പ്രകൃതി ദുരന്തം മുന്നോട്ട് തന്നെ പോകും. അതിൽ നമ്മളൊന്നും പെടാതെ ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യം എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും ജാഗരൂകരായിരിക്കുക. അത് നിരന്തരമാണ്. ജാഗരൂകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമാണ്. അത് നിത്യേന നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യമാണ്. അത് ഓരോ സമയത്തും നമ്മൾ ജാഗ്രത എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടതാണ്. ഇത് മൃഗങ്ങൾ പോലും പാലിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനുള്ളൊരു മിനിമം അറിവെങ്കിലും മനുഷ്യന് ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കേണ്ടത്. പ്രകൃതി അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അത് മുന്നോട്ട് പോകും. അതിനെ തടയാൻ നമുക്കൊന്നും ഇപ്പോൾ ഉള്ള തടയാനുള്ള സംവിധാനങ്ങളൊന്നും
ഇന്ന് മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇത് മുൻകൂട്ടി അറിയാനും ഇത് ഉണ്ടാവും എന്നുള്ളൊരു തിരിച്ചറിവും മനുഷ്യനുണ്ട് എന്നുള്ള കാര്യം നാം മറക്കരുത്.